ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന റിലേറ്റീവ് ക്ലോസ് ആൻഡ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് എന്ന ടോപ്പിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിട്ടൺ ഇംഗ്ലീഷിൽ ഇത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കും. മാത്രമല്ല എക്സാംസൊക്കെ എഴുതുന്ന കുട്ടികൾക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഗ്രാമർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ലെസണായിരിക്കും. ശ്രദ്ധിക്കുക. റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ്. റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് റിലേറ്റീവ് ക്ലോസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഒരു ക്ലോസ് എന്താണ് എന്നറിയണം. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടാകണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റും വേർബും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി എന്താണ് റിലേറ്റീവ് ക്ലോസ്? ഇപ്പോൾ ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ് എന്നൊക്കെയുള്ള റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം റിലേറ്റീവ് പ്രോനൗൺസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്ലോസസിനെ നമുക്ക് റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാവുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ദെർ ആർ 2 ചിൽഡ്രൻ. അതാണ് ഒരു സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസ് ദേ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. ദെർ ആർ 2 ചിൽഡ്രൻ. പിന്നെ അടുത്ത സെൻറ്റൻസ് ദേ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. ദെർ ആർ 2 ചിൽഡ്രൻ എന്നാൽ 2 കുട്ടികൾ ഉണ്ട്. ഈ 2 കുട്ടികൾ എന്താ ചെയ്യുന്നത്? ദേ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് റൂമിൽ. ഈ 2 സെൻറ്റൻസിനെ നമുക്ക് ഒരു റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ട് കണക്ട് ചെയ്യാം. സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരില്ല. പക്ഷേ ഈ 2 സെൻറ്റൻസിനെ നമുക്ക് ഒരു സെൻറ്റൻസായി മാറ്റാം. ദെർ ആർ 2 ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. നോക്കൂ, ഹൂ എന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ അവിടെ ഉപയോഗിച്ചു. ദെർ ആർ 2 ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. നോക്കൂ, വളരെ ഈസി ആയിട്ട് അതൊരു സെൻറ്റൻസായി മാറി. മീനിങ്ങിൽ ഒരു വ്യത്യാസവും വന്നില്ല. അത് കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ ദെർ ആർ 2 ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്ന ആ ഒരു സെൻറ്റൻസിൽ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്നതാണ് റിലേറ്റീവ് ക്ലോസ്. ഈ റിലേറ്റീവ് ക്ലോസ് വിശേഷിപ്പിക്കുന്നത് ഒരു നൗണിനെയാണ്. ചിൽഡ്രൻ. ചിൽഡ്രൻ എന്താണ് ചെയ്യുന്നത്? ചിൽഡ്രനെ പറ്റി കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്നത് കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതൊരു അജക്റ്റീവിൻ്റെ ഫംഗ്ഷനാണ് അവിടെ ചെയ്യുന്നത്. നമുക്കതിനെ അജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. എന്തായാലും റിലേറ്റീവ് ക്ലോസ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ദെർ ആർ 2 ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. ഇതിൽ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ക്ലോസ്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് ക്ലോസിനെ നമുക്ക് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റണം. റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മീനിങ്. അതൊന്ന് ഷോർട്ടൺ ചെയ്ത ഫോമായിരിക്കും. ഒരു കണ്ടൻസ്ഡ് ഫോമിൽ കുറച്ച് വാക്കുകളൊക്കെ എടുത്ത് മാറ്റി നമുക്ക് അതെങ്ങനെ മീനിങ് ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ ഉപയോഗിക്കും? അങ്ങനെ ഒരു റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ ഒമിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അത് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറും. ഇനി എങ്ങനെയാണ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറ്റുന്നത്? ദെർ ആർ 2 ചിൽഡ്രൻ ഹൂ ആർ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. അത് റിലേറ്റീവ് ക്ലോസ്. ദെർ ആർ 2 ചിൽഡ്രൻ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയി മാറി. അവിടെ നമ്മൾ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഹൂ ആർ ആ റിലേറ്റീവ് പ്രോനൗണിനെയും അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആർ എന്നതിനെയും നമ്മൾ എടുത്തു മാറ്റി. പക്ഷേ മീനിങ്ങിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും സെയിം മീനിങ് തന്നെ. കറക്റ്റായ സെൻറ്റൻസും ആണ്. നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിലൊക്കെ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലതാണ്. അത് ആ ഒരു ലാംഗ്വേജ് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ദെർ ആർ 2 ചിൽഡ്രൻ സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് റിലേറ്റീവ് ക്ലോസ് ആയപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഹൂ എന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ. പക്ഷേ അതിനെടുത്ത് മാറ്റിയപ്പോൾ ആ ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്തത് സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ്. സിംഗിങ് എന്ന് പറയുമ്പോൾ സിംഗ് എന്ന വേർബിനോട് കൂടി ing ചേർക്കുന്നതല്ലേ. അതിന് നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളിലാണ് ഈ ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്തത്. സിംഗിങ് ഇൻ ദ ക്ലാസ് റൂം. അതാണ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ നമുക്ക് ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യാം.
ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിളിലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറൊരു സെൻറ്റൻസ് ഞാൻ പറയാം. ദ സോങ് വിച്ച് വാസ് സങ് ബൈ ദ ചിൽഡ്രൻ വാസ് ഗുഡ്. കുട്ടികൾ പാടിയ ആ പാട്ട് നന്നായിരുന്നു എന്നാണ്. വിച്ച് വാസ് സങ് ബൈ ദ ചിൽഡ്രൻ എന്നത് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. അതിന് നമുക്ക് റെഡ്യൂസ് റിലേറ്റീവ് ക്ലോസ് ആയി മാറ്റുമ്പോൾ എങ്ങനെ പറയുക? ദ സോങ് സങ് ബൈ ദ ചിൽഡ്രൻ വാസ് നൈസ്. നോക്കൂ, വിച്ച് വാസ് എന്നതിനെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അത് ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സങ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബിലാണ്. സിങ്, സാങ്, സങ്. അത് ഒരു വേർബിൻ്റെ V3 ഫോമല്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാം, പാസ്റ്റ് പാർട്ടിസിപ്പിളിലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സെൻറ്റൻസ് സിംഗിങ് എന്നല്ലേ ഉപയോഗിച്ചത്, പക്ഷേ ഇവിടെ സങ് എന്നായി. അപ്പോൾ എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? രണ്ടാമത്തെ സെൻറ്റൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെൻറ്റൻസ് ആക്റ്റീവ് വേർബാണ് അതിനുള്ളത്. ആക്റ്റീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസാണ്. ദ ചിൽഡ്രൻ ആർ സിംഗിങ് സോങ് എന്നാണ് പറഞ്ഞത്. അത് ഒരു ആക്റ്റീവ് വേർബാണത്, ആർ സിംഗിങ് എന്നത്. അതേസമയം രണ്ടാമത്തെ സെൻറ്റൻസ് ദ സോങ് വിച്ച് വാസ് സങ് എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് വോയിസ് ആണ് അവിടെ. അപ്പോൾ പാസീവ് വേർബാണ് വാസ് സങ് എന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരം റിലേറ്റീവ് ക്ലോസുകളെ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സാമ്പിൾ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാവും. ഒരു റിലേറ്റീവ് ക്ലോസിൽ നിന്നും എങ്ങനെയാണ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ഉണ്ടാക്കുന്നത്, അത്തരത്തിൽ സെൻറ്റൻസുകൾ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർമ്മിക്കുക, ഒരു ആക്റ്റീവ് വേർബാണ് റിലേറ്റീവ് ക്ലോസിൽ ഉള്ളതെങ്കിൽ അതിനെ റെഡ്യൂസ് റിലേറ്റീവ് ക്ലോസ് ആക്കുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റിലേറ്റീവ് ക്ലോസിൽ ഉള്ളത് ഒരു പാസീവ് വേർബ് ആണെങ്കിൽ അത്തരം സെൻറ്റൻസുകൾ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നോക്കൂ. ഐ സോ എ മാൻ ഹു വാസ് ക്യാരിയിങ് എ ബാഗ്. ഇത് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കാം. ഐ സോ എ മാൻ ഹു വാസ് ക്യാരിയിങ് എ ബാഗ്. ഇവിടുത്തെ വേർബ് വാസ് ക്യാരിയിങ് എന്നാണ്. അതൊരു ആക്റ്റീവ് വേർബാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ സോ എ മാൻ ക്യാരിയിങ് എ ബാഗ് എന്നാണ്. ഹൂ വാസ് എന്നത് നമ്മൾ അവിടെ നിന്ന് മാറ്റി ഐ സോ എ മാൻ ക്യാരിയിങ് എ ബാഗ് എന്നാക്കി. ക്യാരിയിങ് എന്നത് ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദ ബാഗ് വിച്ച് വാസ് ക്യാരീഡ് ബൈ ദ മാൻ വാസ് ഹെവി. അത് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. നോക്കൂ, വാസ് ക്യാരീഡ് എന്നാണ് വേർബ്. അപ്പോൾ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ ദ ബാഗ് ക്യാരീഡ് ബൈ ദ മാൻ വാസ് ഹെവി. ഫസ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. സെക്കൻഡ് സെൻറ്റൻസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നോക്കൂ. ദ ബുക്സ് വിച്ച് വേർ പബ്ലിഷ്ഡ് ലാസ്റ്റ് ഇയർ ആർ എക്സ്പെൻസീവ്. കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്സ് എല്ലാം എക്സ്പെൻസീവ് ആണ്, വില കൂടിയതാണ്. നോക്കൂ, ഇവിടെ ഒരു പാസീവ് വേർബാണുള്ളത്, വേർ പബ്ലിഷ്ഡ്. അപ്പോൾ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് എങ്ങനെയാണ് വരുന്നത്? ദ ബുക്സ് പബ്ലിഷ്ഡ് ലാസ്റ്റ് ഇയർ ആർ എക്സ്പെൻസീവ്. പബ്ലിഷ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ദി ABC കമ്പനി വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1886 ഈസ് സ്റ്റിൽ വെരി സക്സസ്ഫുൾ. 1886 സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ABC കമ്പനി ഇപ്പോഴും വളരെ വിജയകരമാണ്. ഇത് റിലേറ്റീവ് ക്ലോസ് ആണ്. ഇനി റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് നോക്കൂ. ദ ABC കമ്പനി started in 1886 is still very successful. I talked to the students who will write the exam next week. Relative clause. I talked to the students
റൈറ്റിംഗ് ദ എക്സാം നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ എക്സാം എഴുതുന്ന കുട്ടികളോട് ഞാൻ സംസാരിച്ചു. അത് ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയി മാറി. ഹു ഈസ് ദ ഗൈ ഹു ഈസ് പ്ലേയിങ് ടെന്നീസ് വിത്ത് ഹെർ? അവളുടെ കൂടെ ടെന്നീസ് കളിക്കുന്ന ആ കുട്ടി ആരാണ്? അത് റിലേറ്റീവ് ക്ലോസ് ആണ്. ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് വേർബ് ആണ്. ഹു ഈസ് ദ ഗൈ പ്ലേയിങ് ടെന്നീസ് വിത്ത് ഹെർ? അപ്പോൾ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആയി. ഐ വുഡ് ലൈക്ക് സംതിങ് ദാറ്റ് കണ്ടെയ്ൻസ് ലെസ് ഷുഗർ. കുറച്ച് ഷുഗർ ഉള്ള വസ്തുക്കളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ്. അത് റിലേറ്റീവ് ക്ലോസ്. ഐ വുഡ് ലൈക്ക് സംതിങ് കണ്ടെയ്നിങ് ലെസ് ഷുഗർ. നോക്കൂ, ഇവിടെ കണ്ടെയ്ൻസ് എന്ന ഒരു ആക്റ്റീവ് വേർബാണുള്ളത്, ആക്റ്റീവ് വോയിസ് ആണത്. അപ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടെയ്നിങ് എന്നുപയോഗിച്ചത്. ഐ ആം വറീഡ് അബൌട്ട് ദ മാൻ ഹൂ ഈസ് ബീയിങ് ഹെൽഡ് ഇൻ പ്രിസൺ. ട്രയൽ ഇല്ലാതെ തന്നെ തടങ്കലിൽ താമസിപ്പിച്ചിരിക്കുന്ന ആ ആളുടെ കാര്യത്തിൽ ഞാൻ വറീഡാണ്. ഹു ഈസ് ബീയിങ് ഹെൽഡ് എന്നത് അവിടെ ഒരു പാസീവ് വോയിസ് ആണ്. അതുകൊണ്ട് തന്നെ ബീയിങ് ഹെൽഡ് എന്നത് ഒരു പാസീവ് വേർബാണ്. അത് കണ്ടിന്യൂസ് ഫോമിലുള്ള വേർബാണ്. അതുകൊണ്ടാണ് അവിടെ ബീയിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിനെ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റാം. ഐ ആം വറീഡ് അബൌട്ട് ദ മാൻ ബീയിങ് ഹെൽഡ് ഇൻ പ്രിസൺ വിത്തൗട്ട് ട്രയൽ. ഐ ആം വറീഡ് അബൌട്ട് ദ മാൻ ഹൂ ഹാസ് ബീൻ ഹെൽഡ് ഇൻ പ്രിസൺ. നോക്കൂ, ഒരു പെർഫെക്റ്റ് ടെൻസിലുള്ള വേർബാണ്. ഹൂ ഹാസ് ബീൻ ഹെൽഡ്, ഹാസ് ബീൻ ഹെൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുന്നത്? ഐ ആം വറീഡ് അബൌട്ട് ദ മാൻ ഹാവിങ് ബീൻ ഹെൽഡ് ഇൻ പ്രിസൺ വിത്തൗട്ട് ട്രയൽ. ഹാവിങ് എന്നുപയോഗിച്ചു. അത് ഒരു പെർഫെക്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ദ വിന്നർ ഈസ് ദ പേഴ്സൺ ഹൂ സ്കോർസ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. ജയിക്കുന്ന ആൾ, വിന്നർ എന്ന് പറയുന്നത് ഹൂ സ്കോർസ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്യുന്ന ആളാണ് വിന്നർ. റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ്. ദ വിന്നർ ഈസ് ദ പേഴ്സൺ സ്കോറിംഗ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. നോക്കൂ, സ്കോർസ് എന്നത് ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അത് ആക്റ്റീവ് വേർബാണ്. അതുകൊണ്ട് സ്കോറിംഗ് എന്നുപയോഗിച്ചു. ഇനി വേറൊരു സെൻറ്റൻസ്. ദ വിന്നർ ഈസ് ദ പേഴ്സൺ ഹൂ സ്കോർഡ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. അവിടെയും റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ ദ വിന്നർ ഈസ് ദ പേഴ്സൺ സ്കോറിംഗ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്, ആക്റ്റീവ് വേർബാണ്. അതുകൊണ്ട് സ്കോറിംഗ് ഉപയോഗിച്ചു. ഇനി ഒരു ഫ്യൂച്ചർ ടെൻസിലെ സെൻറ്റൻസ് നോക്കാം. ദ വിന്നർ ഇസ് ദ പേഴ്സൺ ഹൂ വിൽ സ്കോർ ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. ഇവിടെയും നമുക്ക് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ സ്കോറിംഗ് എന്ന് തന്നെ ഉപയോഗിക്കാം. ദ വിന്നർ ഇസ് ദ പേഴ്സൺ സ്കോറിംഗ് ദ മോസ്റ്റ് ഗോൾസ് ഇൻ ദ ഗെയിം. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. റിലേറ്റീവ് ക്ലോസ് എങ്ങനെയാണ് ഒരു റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റുന്നത് അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു റിലേറ്റീവ് ക്ലോസിനെ റെഡ്യൂസ്ഡ് റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റാം. ഈ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.